കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ രാജ്യത്ത് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഓഫീസുകൾ കയറി ഇറങ്ങണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പൗരന് പാസ്പോർട്ട് വളരെ എളുപ്പത്തിൽ ഓൺലൈനായി തന്നെ അപേക്ഷിക്കാൻ കഴിയും. അതിനായി പാസ്പോർട്ട് സേവാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ മതിയാകും. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അഭിമുഖത്തിനായി മാത്രമേ ഒരാൾക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കേണ്ടതായുള്ളൂ. അഭിമുഖത്തിനായി പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കുമ്പോൾ ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റുകൾ നിർബന്ധമായും കയ്യിൽ കരുതണം. അപേക്ഷിച്ചതിന് ശേഷം പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കാൻ 90 ദിവസം ലഭിക്കും. ഇതിനുള്ളിൽ ഒറിജിനൽ രേഖകളുമായി സേവാ കേന്ദ്രത്തിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടതായി വരികയും ചെയ്യും. പാസ്പോർട്ടിന് ഓൺലൈനായി അപേക്ഷിക്കാൻ പാസ്പോർട്ട് സേവാ പോർട്ടൽ സന്ദർശിച്ച് രജിസ്റ്റർ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയ ശേഷം അഭിമുഖത്തിനായി നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന പാസ്പോർട്ട് ഓഫീസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. തുടർന്ന് വിശദാംശങ്ങൾ നൽകിയ ശേഷം രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ലോഗിൻ ID ഉപയോഗിച്ച് പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മുൻപ് ഒരിക്കലും ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചിട്ടില്ലെങ്കിൽ മാത്രം ഫ്രഷ് പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന ലിങ്ക് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. തുടർന്ന് സ്ക്രീനിൽ തെളിഞ്ഞ ഫോമിൽ ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് നൽകിയ ശേഷം സബ്മിറ്റ് നൽകുക. സബ്മിറ്റ് ചെയ്ത ശേഷം പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്ന ലിങ്ക് തുറക്കാവുന്നതാണ്. ഇവിടെ അപ്പോയിന്റ്മെന്റ് തീയതി നമുക്ക് തിരഞ്ഞെടുക്കാം. ശേഷം ഓൺലൈനായി 1500 രൂപ ഫീസ് അടച്ച് അപേക്ഷയുടെ ഒരു കോപ്പി പ്രിന്റ് ചെയ്ത് ഭാവി റെഫറൻസിനായി കയ്യിൽ കരുതുക. തുടർന്ന് അപ്പോയിന്റ്മെന്റ് വിശദാംശങ്ങൾ അടങ്ങിയ ഒരു SMS നമ്മുടെ ഫോണിലേക്ക് ലഭിക്കും. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അഭിമുഖത്തിനായി നിയുക്ത പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. അപേക്ഷാ നടപടികൾ പൂർത്തിയായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അഭിമുഖമുണ്ടാകും.